എല്ലാവർക്കും ഓരോ ശരിയുണ്ട്. നമ്മളിപ്പോ ഗോവിന്ദചാമിക്ക് ഒരു ശരി കാണും, അയാളുടെ ശരി അയാൾക്ക് ഉണ്ടാവും. എല്ലാ മനുഷ്യനും ശരിയുണ്ട്. അതല്ല അയാൾക്ക് വാദിക്കാൻ ഒരു വക്കീൽ വരുന്നത്. അർജുന്റെ വീട്ടുകാരുടെ ഭാഗം കുറെ പേര് കേട്ടങ്ങ് എടുത്തിട്ട് അപ്പുറത്ത് നിൽക്കുന്നൊന്നും കേൾക്കാൻ ആരും തയ്യാറായില്ല. അപ്പോൾ രണ്ടും കൂടെ എടുത്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം, അവർക്ക് ഇതിന് തുലനം ചെയ്യാം. പക്ഷെ ഇവിടെ ആരും അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. പേടിയില്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഭയങ്കര ഒന്നുമില്ല, എനിക്കും പേടിയുണ്ട്. എന്താ പേടിയില്ലായിരിക്കാൻ? അപ്പോൾ ഒരുത്തം വിളിച്ചിട്ട് നിന്റെ വീട് അഡ്രസ് ഇവിടെ പറ, അങ്ങോട്ട് വരുന്നത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ചിലർ നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കണ്ടക്ഷൻ ഒരു എന്തും ഇല്ല, അത്ര എടുത്ത് നോക്കി റിയാക്ഷൻ ചെയ്യുന്നവർക്കാണോ കണ്ടതിന് ബുദ്ധിമുട്ട്. ഇതുപോലെ ന്യൂസ് കയറി നോക്കി ഡെയിലി വാർത്തകൾ വരുമല്ലേ, നമുക്ക് റിയാക്ട് ചെയ്യാനും പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെനിക്ക് അറിയാം, പക്ഷെ നമ്മൾ യൂഷ്വലി പറയുമ്പോ അൽത്താഫ് അൽത്താഫ് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് ഇക്ക എപ്പോഴും സംസാരിക്കുമ്പോ അൽത്വാഫ് അങ്ങനെ തന്നെ പറയും. ഇത് അറബിലെ പേരാ. അപ്പൊ അതിനകത്ത് ത്വാ എന്നൊരു അക്ഷരമുണ്ട്. അറബിലെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായ രീതി ഉണ്ടല്ലോ. ഇപ്പം ലാ എന്നൊരു അക്ഷരം, ലാ പറയാം, ലാ ലാ പറയാൻ പറ്റും. ദ്വാ സ്വാദ് തെറ്റിപ്പോയി. അതാ. അപ്പൊ അതിനകത്ത് ത്വാ ഉണ്ട്. അപ്പൊ ചിലർക്ക് മിക്കവാറും കുറച്ച് പേർക്കൊക്കെ അൽ ത്വാഫ് കാണുമായിരിക്കും. അപ്പൊ അൽ ത്വാഫ് എന്നാണ്, WN ആണ്. അപ്പൊ ഉമ്മിച്ച അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് തന്നെ ഇഷ്ടം. പണ്ടുപോലെ അങ്ങനെ പറയുന്നത് പല അൽത്താഫ് അൽത്താഫ്. ഞാൻ പിന്നെ അവസാനം എന്റെ അടുത്ത് 2 തവണ മിക്കവാറും പേര് ചോദിക്കും പലരും എന്തുവാ. അപ്പൊ പിന്നെ അവസാനം ഞാൻ അൽത്താഫ് എന്നൊക്കെ പറയേണ്ട അവസ്ഥ വരും. അത് ത്വാഫാണ് കറക്റ്റ്. അപ്പൊ ഇവിടെ സെർച്ച് ചെയ്താലും അത് W വെച്ചിട്ട് സെർച്ച് ചെയ്താലേ അങ്ങോട്ട് കണക്ട് ആവത്തുള്ളൂ. അപ്പോ ഈ വ്ലോഗിംഗ് പബ്ലിക് ഒപ്പീനിയൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, അതിന് മുമ്പ് വേറെ പലതും ചെയ്തിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് ക്ലിക്ക് ആവണം, ആരെങ്കിലും മുമ്പ് ശ്രദ്ധിക്കപ്പെടണം. ഇതാണല്ലോ മെയിൻ പരിപാടി. നമുക്ക് ഈ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഫസ്റ്റ് റാങ്ക് ഒന്നും ഇല്ല, അല്ല മാർക്കില്ല. മാർക്ക് വെച്ച് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സ്പോർട്സിൽ കഴിവില്ല, പാടാനോ ഡാൻസ് ചെയ്യാനൊന്നും കഴിവില്ല. പിന്നെ എങ്ങനെയും ഒന്ന് ഫെയിം ആവണമെന്നുണ്ടെങ്കിൽ ഉള്ള സിനിമയിലൊക്കെ അഭിനയിക്കണം. അന്നത്തെ കാലത്ത് 4-5 വർഷം മുമ്പ്, 5-6 വർഷം മുമ്പ്. യൂട്യൂബ് തുടങ്ങുന്നത് 2011. ആ സമയത്ത് എന്തോ ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ട് ഗാലക്സി Y ആയിരുന്നു ഫോണ്, എന്റെ അപ്പച്ചിയുടെ മോന്റെ. അത് എടുത്തിട്ട് അത് ഇടാൻ വേണ്ടിയാണ് യൂട്യൂബ്. അന്ന് ഇവിടെ ആരും യൂട്യൂബ് തുടങ്ങിയിട്ടൊന്നുമില്ല, നമുക്ക് അറിയത്തില്ല. പക്ഷെ യൂട്യൂബ് നമ്മൾ വീഡിയോസ് പലതും കാണാറുണ്ട്. അന്ന് ചെറിയ ഫോണിൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോ ഇട്ടാ കാണുന്നത്, ചെറിയതൊന്നും അല്ല. ചിലപ്പോൾ തുണ്ടും അല്ലാന്ന് വിചാരിക്കും, അത് യൂട്യൂബിൽ കിട്ടത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണാനല്ല, അങ്ങനെ എന്തിനൊക്കെ എനിക്ക് മാർഷൽ ആർട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ആ സമയത്ത് തന്നെ കരാട്ടെ കുൻഫു. അപ്പൊ കിക്ക് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി അങ്ങനെ ഞാൻ നോക്കി. ഇതിനകത്ത് ഇടാൻ പറ്റുമല്ലോ എന്നൊരു ഓപ്ഷൻ വന്നു. അതായത് നമുക്ക് എന്തായാലും ഈ കാണുന്നുണ്ടെങ്കിൽ ഇത് ഇടാനും പറ്റും. അപ്പാണ് നമ്മൾ ഇങ്ങനെ ഇടാൻ വേണ്ടി ചെയ്തിട്ടാണ്, അന്നാണ് യൂട്യൂബ് ഫസ്റ്റിൽ ചെയ്യുന്നത്. അപ്പൊ അന്ന് നമ്മൾ ഈ ഫെയിം ആവുക, ആളുകൾ ശ്രദ്ധിക്കപ്പെടുക. കാരണം മറ്റേ രീതിയിലൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല ഒരിടത്തും. ഇന്നുള്ള പലരുടെ ഒരു അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് ഇന്ന് നമ്മൾ ഇൻസ്റ്റയിൽ പലരും ചെയ്യുന്ന, യൂട്യൂബിൽ ഫേസ്ബുക്കിൽ എല്ലാം വീഡിയോ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ കാര്യം അറ്റൻഷൻ തന്നെയല്ലേ. ഇങ്ങനെ നമ്മുടെ ഫേസ് കാണിക്കാതെ പലർക്കും വീഡിയോ ചെയ്താൽ മതി. അപ്പൊ അത് ആയിരുന്നു ഉദ്ദേശം. അപ്പൊ അതിനുവേണ്ടി ചെയ്ത് പലമാതിരി ചെയ്തു. കുക്കിംഗ് ചെയ്തിട്ടുണ്ട്, ടെക് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ DIY ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ആ പബ്ലിക് ഒപ്പീനിലെത്തി. അത് ഞാൻ വിചാരിച്ചു, പബ്ലിക് ഒപ്പീനിയൻ ചെയ്തപ്പോൾ വിചാരിച്ചു എന്താ, നമ്മൾ ആരും ചോദ്യം ചോദിക്കുമ്പോൾ അവരും കൂടെ ഇത് ഷെയർ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. അവരെ കാണാനായിട്ട് അവരാരും ഷെയർ ചെയ്തില്ല, വെറുതെ അവിടെ കിടന്നു. പിന്നെ സണ്ണി ചേച്ചി ഉയരെന്ന് പറഞ്ഞൊരു വീഡിയോ വൈറലായി കഴിഞ്ഞാണ് അത് ഗുണമുണ്ടായത്. പക്ഷെ അതും കൊറോണ വന്നപ്പോൾ അതും തകർന്നു. കൊറോണ വന്നെല്ലാവരും വീട്ടിൽ കയറി ഇരിക്കില്ലയോ, അവരിവിടെ പബ്ലിക് ഒപ്പീനിയൻ ചെയ്യാൻ എവിടെ ചെന്ന് ചെയ്യാനാ. അങ്ങനെ അതും ആ സമയത്ത് സ്റ്റോപ്പ് ആയി. അങ്ങനെ ഒത്തിരി കടമ്പകൾ എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോഴും പലപ്പോഴും ഇവിടെ മറൈൻ ഡ്രൈവിലെ ഓരോ മണൽത്തരികൾക്കും എന്നെ പലപ്പോഴും അറിയാം. ഞാനത്തെ മൈക്കെന്ന് പറഞ്ഞ 250 രൂപയുടെ മൈക്കിനകത്ത് മറ്റേ 2 രൂപയുടെ സ്ട്രോ ഇട്ടുകൊണ്ട് ഞാനും എന്റെ ക്യാമറമാന് നടന്നിട്ടില്ലാത്ത ഇതില്ല. അന്ന് ഒത്തിരി വർഷം മുമ്പല്ലേ, ഒത്തിരി വർഷം എന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പ്. അതുപോലെ തന്നെ കനകക്കുന്ന് തിരുവനന്തപുരത്ത് അവിടെ ക്യാമറ കയറ്റത്തില്ല ഞങ്ങള്. അതുകൊണ്ട് ക്യാമറ ഒളിപ്പിച്ച് കയറ്റും. പോലീസ് വരുമ്പോൾ ഞങ്ങൾ ഓടും. എന്നിട്ട് ആ വീട് കൊണ്ടിരുന്ന വീഡിയോക്ക് റീച്ച് ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരുപാട് നാള് പോലീസൊക്കെ ചീത്തവിളി, ആളുകളുടെ ചീത്തവിളി അതൊക്കെ കേട്ടിട്ടാണ് നമ്മള് 10, 20, 30 പേരെ ചീത്തവിളി കേട്ടിട്ടാണ് 2-3 പേരുടെ കട്ട്സ് ഇടുന്നത്. അപ്പൊ അങ്ങനെ ഈ ഫെയിം ആവുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം, വേറെ ഒന്നുമല്ല, വേറൊരു അതുമല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നന്മയാണ് ഉദ്ദേശം. കാര്യം എന്ന് പറഞ്ഞാൽ കാശൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ വേണം. നമുക്ക് ബിസിനസ് ഉണ്ട് ഓൾറെഡി. അപ്പം കാശിന് വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം നമുക്ക് ഇതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് ഇച്ചിരി ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ നല്ലൊരു കാണും. അപ്പൊ അവിടെ എനിക്ക് വേണമെങ്കിൽ മോശവും ചെയ്യാം, നല്ലതും ചെയ്യാം. നല്ല ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം, ആത്മസംതൃപ്തി കിട്ടും. ഈ കണ്ടന്റ്സ് മാറി ഇങ്ങനെ ഇപ്പം പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് അതിലേക്കൊക്കെ മാറാനുള്ള ഒരു റീസൺ ഉണ്ട്. നമ്മുടെ സമൂഹം തന്നെ ഇന്നത്തെ പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അപ്പൊ ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് മാതൃഭൂമി, മനോരമ എടുത്ത് നോക്കിയാൽ ഡെയിലി കണ്ടന്റുകൾ ഒരുപാടുണ്ട് അതിനകത്ത്. ചിലർ നമ്മുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് കണ്ടക്ഷൻ ഒരു എന്തും ഇല്ല, പത്രം എടുത്ത് നോക്കി റിയാക്ഷൻ ചെയ്യുന്നവർക്കാണോ കണ്ടന്റ് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ന്യൂസ് കയറി നോക്കി ഡെയിലി വാർത്തകൾ വരുമല്ലേ, നമുക്ക് റിയാക്ട് ചെയ്യാനും പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് അതിലേക്ക് വന്നത്. നമുക്കിപ്പോൾ ഈ വാർത്തകൾ പലരും കാണുന്നില്ലായിരിക്കും. ചിലർ ഫോൺ നോക്കുന്നുണ്ട്, വാർത്ത നോക്കാൻ ഒരു സാധ്യതയില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ യൂത്ത് ആണെങ്കിൽ പോലും പലപ്പോഴും പലർക്കും വാർത്ത താല്പര്യം. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു വാർത്ത എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളുടെ രീതിയിൽ ഒപ്പീനിയൻ പറയുമ്പോൾ അവർക്ക് 2 കാര്യം. ഒന്നെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ, രണ്ടാമത് അവർക്ക് അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ഇത് നമ്മളിലൂടെ വരാനും ഒരു ചാൻസ് ഉണ്ട്. അത് മാത്രമാണ്, അല്ല ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് ഒരു 10 പൈസ പോലും കിട്ടത്തില്ല.
ഫേസ്ബുക്കിലാണെങ്കിൽ പോലും മോണിറ്റൈസേഷൻ ആവുന്ന കാലഘട്ടം നമുക്ക് ഒരു പൈസയും കിട്ടത്തില്ല. യൂട്യൂബിലാണെങ്കിൽ പോലും ഇന്നും വരുന്ന ഒരാളോട് പോലും കാശ് പ്രതീക്ഷിച്ച് വരരുതെന്ന് ഞാൻ പറയുന്നത്. നമ്മളെടുത്ത് വെക്കുന്ന ഒരു ആൽബം, നമുക്ക് ഒരു ആൽബം ഉണ്ടാക്കി അതിൽ ഫോട്ടോസ് വെക്കുന്ന പോലെ എന്തെങ്കിലും കാലത്ത് നമുക്ക് എടുത്ത് നോക്കാം. കാശൊക്കെ ഇന്ന് വരും നാളെ പോകും. ഞാൻ പറഞ്ഞു നമുക്ക് ജോലി ചെയ്ത് പല കൂലിപ്പണിക്ക് പോയിട്ടോ അല്ലാത്ത പണിക്ക് പോയിട്ടോ പഠിച്ച പണിക്ക് പോയിട്ടോ എങ്ങനെയും കാശുണ്ടാക്കാം. പക്ഷേ നമ്മൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഇങ്ങനത്തെ മാർഗ്ഗങ്ങളിലൂടെ പറ്റത്തുള്ളൂ. കാശ് ഞാൻ പറഞ്ഞല്ലോ അതല്ല ഇവിടുത്തെ ഉദ്ദേശം. പക്ഷെ കാശ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കാശ് കിട്ടുന്ന പിന്നെ എന്താ കുളിക്കുവോ? കിട്ടിയാൽ മൊക്ക് കിട്ടിയാൽ മേടിക്കത്തില്ലേ കുട്ടി? അത്രേ ഉള്ളു കാര്യം. അല്ല അപ്പൊ ശരിക്കും ഒരിക്കലും അങ്ങനെ ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്താ പറയാ, ഒരു വരുമാനം കിട്ടി, വരുമാനം ഇല്ല, എന്നെ ഒന്നും എക്സൈറ്റ് ചെയ്യിപ്പിക്കത്തില്ല. അത് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും എക്സൈറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എക്സൈറ്റ് ചെയ്യത്തില്ല മീൻസ് എന്താ പറയാ, എനിക്കിപ്പോൾ ഒരിടത്ത് സ്ഥലത്ത് പോകുന്നു, എനിക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നില്ല. ഞാൻ പറയും എനിക്ക് അങ്ങനെ ട്രാവലിന് ഒട്ടും താല്പര്യമുള്ള, ഫസ്റ്റിൽ ഞാൻ അത് പറയാം, താല്പര്യമുള്ള ആളല്ല ഞാൻ. എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന പോലും. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിനകത്തിരുന്ന് ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് കാണേണ്ട സ്ഥലങ്ങൾ യൂട്യൂബിൽ എനിക്ക് കാണാമല്ലോ. അപ്പോൾ പലരും പറയുന്നത് നെഗറ്റീവ് ഒന്നുമല്ല, ഓരോരുത്തർക്കും ഇഷ്ടമുണ്ട്. എനിക്ക് കുറച്ച് ട്രാവൽ ചെയ്യുന്ന നടുവേന എടുക്കും, തലവേന എടുക്കും. ഞാൻ നോക്കും, പക്ഷെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ പറഞ്ഞോട്ടെ, ഒരു പ്രോബ്ലം ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ ട്രാവൽ ചെയ്യുന്ന പറഞ്ഞ് നടക്കുന്നൊന്നും താല്പര്യമില്ല. ഒരാഗ്രഹം ഉണ്ട്, അത് ചെയ്യാൻ പോവാ, കൂടെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോവാ, അതേ ഉള്ളൂ. പിന്നെ അല്ല ഒറ്റയ്ക്ക് എനിക്ക് പോകാൻ ഇങ്ങനെ ഇഷ്ടം. ആ സമയത്ത് നമുക്ക് കുറേ ചിന്തിക്കാൻ പറ്റും, ചിന്തിച്ചിങ്ങനെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അല്ലാതെ എനിക്ക് ഈ പറയുന്ന പോലെ വലിയ യാത്രയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരുപാട് സോഷ്യൽ റെലവൻറ്റ് സബ്ജക്ട്സുകൾക്ക് പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു പേടി തോന്നിയിട്ടുണ്ട്? കാരണം രണ്ട് ഭാഗം ഉണ്ടല്ലോ, നല്ല ഭാഗമുണ്ട്, ഒരു മോശം ഭാഗവും ഒരു റിയാക്ഷൻ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. ഒരു ന്യായത്തിന്റെ ഭാഗമുണ്ട്, ഒരു അന്യായത്തിന്റെ ഭാഗം ഉണ്ടാവും. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ സംസാരിക്കുന്ന സമയത്ത് ഈ ഇപ്പൊ നോർമലി കാണുന്നുണ്ടല്ലോ ഭീഷണി കോളുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം വരും എന്നൊരു വന്നിട്ടുണ്ട്, ഒത്തിരി വന്നിട്ടുണ്ട്, പലപ്പോഴും വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും വരുമായിരിക്കും. പേടിയില്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഭയങ്കര ഒന്നുമില്ല, എനിക്കും പേടിയുണ്ട്. എന്താ പേടിയില്ലായിരിക്കാൻ? അപ്പോൾ ഒരുത്തം വിളിച്ചിട്ട് നിന്റെ വീട് അഡ്രസ്സ് എവിടെ പറ, അങ്ങോട്ട് വരുന്നത് പറഞ്ഞാൽ സത്യം പറയാൻ എനിക്ക് പേടിയാ. അത് വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ വീട്ടിലുണ്ട്, ഉമ്മ ഉണ്ട്, പെങ്ങളുണ്ട്, കൊച്ചുണ്ട്. അപ്പോഴത്തേക്കിനും ഇവർ വന്നു കഴിഞ്ഞാൽ എന്താ, അവരുടെ വീട്ടിലേക്ക് നമ്മൾ കയറുന്നുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് അവർ വന്ന് കയറി വെളിയിൽ നിന്നൊരു സംസാരം ആയാൽ പോലും നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലേ പോലും നമുക്ക് നടക്കണം. നമ്മൾ അന്തസ്സായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്നതാണ്. അപ്പൊ എനിക്കത് വെച്ച് നോക്കുമ്പോൾ എനിക്കത് പേടി തന്നെ. പക്ഷെ അതിന്റെ പേരിൽ നമ്മളെ ആ ഒരു പേടി, അതായത് നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ ഒരു ശരിയായിരിക്കും. പലപ്പോഴും നമ്മുടെ അടുത്ത് തിരിച്ചു ചോദിക്കാൻ വരുന്ന ആ ശരിയല്ല അവർക്ക് വേണ്ട, അവരുടെ ശരിയാണ്. എല്ലാവർക്കും ഓരോ ശരിയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഗോവിന്ദചാമിക്ക് ഒരു ശരി കാണും, അയാളുടെ ശരി അയാൾക്കുണ്ടാവും. എല്ലാ മനുഷ്യനും ശരിയുണ്ട്, അതല്ല അയാൾക്ക് വാദിക്കാൻ ഒരു വക്കീൽ വരുന്നത്. അപ്പൊ അവർക്കെല്ലാം ശരിയുണ്ട്. പക്ഷെ ആ ശരിയെ രണ്ടും കൂടെ നോക്കുമ്പോൾ ഒരു ഇച്ചിരി മൂല്യം കൂടുന്നതന്നെ ഞാൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്, ഞാൻ നേരത്തെ എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് കേട്ട ഉടനെ ഞാൻ വീഡിയോ ചെയ്യും. ഇപ്പൊ പക്ഷെ അങ്ങനല്ല. ഞാൻ ഒരു വീഡിയോ ഒരു സബ്ജക്ട് കേട്ട് ചെയ്താൽ ഉടനെ ഞാൻ അതിൽ തന്നെ പറയും. അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും പറയാൻ ഓപ്ഷൻ ഉണ്ട്, എന്നെ തന്നെ സമീപിക്കാൻ പറയാം. എന്താ പറയാ, ഈ ഇടയ്ക്ക് അടൂര് മറ്റേ ഒരു തുണിക്കടയുടെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഞാൻ അവർ ഇന്റർവ്യൂ ആദ്യം എടുത്തിട്ടെ ആ പിള്ളേരുടെ ഭാഗം ഞാൻ കേട്ടു, ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ ഭാഗം ഞാൻ കേട്ടു. രണ്ടും കൂടെ ഞാൻ എടുത്തിട്ട് കൊടുത്തിന് ജനങ്ങൾ അത് തീരുമാനിക്കേണ്ടത് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് കൊടുത്തു. അപ്പൊ അത് കഴിവതും ചെയ്യാൻ എല്ലാവർക്കും പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അവൻ അർജുന്റെ വിഷയം വന്നപ്പോൾ സമയത്ത് തന്നെ അർജുന്റെ വീട്ടുകാരുടെ ഭാഗം കുറെ പേര് കേട്ടങ്ങ് എടുത്തിട്ട് അപ്പുറത്ത് നിൽക്കുന്നൊന്നും കേൾക്കാൻ ആരും തയ്യാറായില്ല. അപ്പോൾ രണ്ടും കൂടെ എടുത്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം. അവർക്ക് എന്തായാലും ബോധമുള്ളവരാ. അപ്പൊ രണ്ടുപേർക്കും പറയാനുള്ള, നമ്മൾ പറയിപ്പിക്കുകയല്ല, അവർക്ക് പറയാനുള്ള എടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിന് തുലനം ചെയ്യാം. പക്ഷെ ഇവിടെ ആരും അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ചില വിഷയങ്ങളിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ളവരുടെ എല്ലാവരെയും ഒന്നും ഒപ്പീനിയൻ നമുക്ക് എടുക്കാൻ പറ്റും. ഉദാഹരണം ഈ ഗോവിന്ദചാമി തന്നെ, അയാൾ ഓൾറെഡി തെറ്റിയാണ് അകത്തായി. നമുക്ക് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഭാഗം എടുക്കാം, ഇവന്റെ ഭാഗം എടുക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ അങ്ങനത്തെ കേസുകൾ മാത്രമേ എടുക്കാത്ത, അല്ലാത്ത കേസിലെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും. അത് എത്ര ക്രൂരന് അപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ പറയും, നിങ്ങളുടെ ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട്. ആരും അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ചിലർ, അവരുടെ ഞാൻ ഭാഗം എടുത്തിടാറുണ്ട്, അവർക്ക് നല്ല പൊങ്കാല കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് മനസ്സിലാവും. അപ്പൊ അതേ ഉള്ളൂ, നമ്മൾ അങ്ങനെ കഴിവതും നമുക്ക് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക.